ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് 7-8 കുഞ്ഞുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഈ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വെള്ളം കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മീൻകറിക്ക് ചാറ് എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം അധിക ചാറാക്കുന്നില്ല, ഏകദേശം ഒരു കുറുകിയ പാകത്തിനെ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് 2 കുടംപുളി കഴുകിയെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല പുളിയുള്ളതായതുകൊണ്ട് 2 എണ്ണവേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 250 ഗ്രാമോളം കൊഴുവ മീനുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തവി കൊണ്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ച് പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് പതിയെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തവി വെച്ച് നമ്മൾ ഇളക്കാൻ പാടില്ല, മീനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മളിതുപോലെ ചട്ടി പതിയെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ.